അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും വിടെ വരുന്നോവർ അങ്ങിനെ തന്നെ മലായികത്തന്മാരും അവരുടെ മജ്‌ലിസിൽ ഹാദിറാകുന്നോവർ ആവണ്ണം നമ്മുടെ ഖോജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും വിടെ വരുന്നോവർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് മഹാനായ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിച്ച് നമ്മുടെ ക്ലാസ് 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അബൂ മുഹമ്മദ് മുഫർജ് ബിനു നബ്ഹാൻ റളിയല്ലാഹു അൻഹു പറയാം, ആധ്യാത്മിക രംഗത്ത് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുന്ന കാലം ബഗ്ദാദിലെ പ്രഗൽഭരും ബുദ്ധിശാലികളുമായ 100 ഫുഖഹാക്കൾ ഒരുമിച്ച് കൂടി ശൈഖ് അവറുകളോട് ഓരോ വിഷയങ്ങളിലായി ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ തീരുമാനിച്ചു. മുട്ടിഫാനായി മുതിർന്ന ശൈഖന്മാരെ മർഫിച്ചു പിന്നെ തിരിച്ചു കൊടുത്തോവർ. അവർ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണ സദസ്സിൽ ചെന്നു. അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ സദസ്സിൽ ഞാനുണ്ടായിരുന്നു. അവർ വന്നിരുന്നപ്പോൾ ശൈഖ് അവറുകൾ മൗനം പാലിച്ചു. പെട്ടെന്ന് മഹാനബറുകളുടെ നെഞ്ചിൽ നിന്ന് ഒരു പ്രകാശനാളം പുറപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചവർക്ക് മാത്രമേ അത് കാണാൻ സാധിച്ചുള്ളൂ. പ്രസ്തുത പ്രകാശം ആ 100 പണ്ഡിതരുടെയും നെഞ്ചിലൂടെ സഞ്ചരിച്ചു. ഫലഹറത് മിൻ സ്വദരിഹി ബാരിഖത്തും മിൻ നൂർ വമറത് അലാ സുദൂരി 100 ഫഖീഹ്. അതോടെ അവരെല്ലാം പരിഭ്രാന്തരാവുകയും ഒരുമിച്ച് അട്ടഹസിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും തല വെളിവാക്കുകയും ചെയ്തു. ശൈഖ് അവറുകളുടെ പീഠത്തിലേക്ക് കയറി ചെന്ന് അദ്ദേഹത്തിന് മുമ്പിൽ അവർ തല താഴ്ത്തി. അത് കണ്ടപ്പോൾ ആ മജ്‌ലിസിലുണ്ടായിരുന്ന എല്ലാവരും അട്ടഹസിച്ചു. അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രസ്തുത അട്ടഹാസം ബഗ്ദാദാകെ പ്രകമ്പനം കൊണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശേഷം ശൈഖ് അവറുകൾ ഓരോരുത്തരെയും തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ശേഷം പറഞ്ഞു, നിങ്ങളുടെ ചോദ്യം ഇതല്ലായിരുന്നോ? അതിന്റെ മറുപടി ഇതാ. അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയാ, മജ്‌ലിസ് പിരിഞ്ഞപ്പോൾ ഞാൻ ആ പണ്ഡിതന്മാരുടെ അടുത്ത് ചെന്ന് കാര്യമന്വേഷിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ശൈഖ് അവറുകളുടെ മജ്‌ലിസിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ പഠിച്ച ഇൽമുകൾ നഷ്ടപ്പെടുകയും അവയെല്ലാം മായ്ക്കപ്പെട്ട രൂപത്തിലാവുകയും ചെയ്തു. പിന്നീട് ശൈഖ് അവറുകൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചതോടെ പ്രസ്തുത ഇൽമുകളെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്തത്. അപ്പോ ഒരിക്കലും ഔലിയാക്കളെ പരീക്ഷിക്കരുത്, ഔലിയാക്കൾ അളക്കാൻ വേണ്ടി നോക്കരുത്. പാണ്ഡിത്യം എന്നുള്ളത് പരീക്ഷണവുമാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുയും 100 പണ്ഡിതന്മാരുടെയും വലിയൊരു സംഭവമാണ് ഞാൻ ഇവിടെ നിവർത്തിയത്. എന്നാൽ ശൈഖ് അഹ്മദ് ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം, നിലാമിയ മദ്രസയിൽ ഒരിക്കൽ ഞാൻ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുയോടൊപ്പം ഇരിക്കുകയായിരുന്നു.
ഫുഖഹാക്കളും കാരിഹീങ്ങളും എല്ലാം ആ സദസ്സിലുണ്ടായിരുന്നു. പ്രസ്തുത ദിവസം അല്ലാഹു ഖദറിനെ കുറിച്ചാണ് മഹാനവറുകൾ പ്രസംഗിക്കുന്നത്. പ്രസംഗത്തിനിടയ്ക്ക് തട്ടിനു മുകളിൽ നിന്ന് ഒരു വലിയ പാമ്പ് മഹാനവറുകളുടെ മടിയിലേക്ക് അങ്ങ് ചാടി വീഴുകയാണ്. അതാ ദേഹം ഒഴികെ അവിടെ കൂടിയവരെല്ലാം ഓടി രക്ഷപ്പെടുകയാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഓടിയിട്ടില്ല. ബാക്കിയുള്ള മുഴുവൻ ആളുകളും പേടിച്ചങ്ങോടി രക്ഷപ്പെട്ടു. പ്രസ്തുത പാമ്പ് മഹാനവറുകളുടെ വസ്ത്രത്തിനുള്ളിലൂടെ ശരീരത്തിലേക്ക് കടന്ന് മഹാനവറുകളുടെ കഴുത്തിലൂടെ പുറത്തു വരികയോ പിരടിയിൽ ചുറ്റിപ്പിടിക്കുകയും ചെയ്തു. പക്ഷേ ശൈഖ് അവറുകൾ സംസാരം നിർത്തുകയോ ഇരുന്നിടത്തിൽ നിന്ന് അതാ മാറുകയോ ചെയ്തില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ പാമ്പ് നിലത്തിറങ്ങി. അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് മുമ്പിൽ വാല് കുത്തിനിന്ന് ശബ്ദമുണ്ടാക്കുകയും മഹാനവറുകളോട് എന്തോ സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പാമ്പ് പോയ ശേഷം ഞങ്ങൾ ശൈഖ് അവറുകളോട് എന്താണ് പാമ്പ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകളുടെ മറുപടി, ഔലിയാക്കളിൽ ഒരുപാട് പേര് ഈ രൂപത്തിൽ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ അടിയുറച്ചു നിന്നതുപോലെ മറ്റൊരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ശൈഖ് അവറുകൾ പറയുന്നു, അപ്പോൾ ഞാൻ പാമ്പിനോട് പറഞ്ഞു, ഞാൻ ഖദർ ഖലാഹിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴാണ് നീ എന്റെ ശരീരത്തിൽ വീണത്. ഖദർ ഖലാഹ് അനുസരിച്ച് മാത്രം ചലിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ഒരു പുഴു മാത്രമല്ലേ നീ. അതിനാൽ എന്റെ വാക്കും പ്രവൃത്തിയും എതിരാകാൻ പാടില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചു. പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചൊന്നാരേ, ഭയമേതും കൂടാതെ പറിച്ചെറിഞ്ഞിട്ടോവ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നീണ്ട വലിയ ചരിത്ര സംഭവത്തിന്റെ ഉടമയാണ് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു.